ബ്രഷ്വുഡ് ചെക്ക് ഡാമിന് ചിലവ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഷ്ടിയെടുത്തിട്ടുള്ളൂ. നമുക്കൊരു ബ്രഷ്വുഡ് ചെക്ക് ഡാം ആയി കഴിഞ്ഞു. അത്യാവശ്യം വന്യജീവികൾക്ക് ഇതുപോലെ അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം നല്ല ശുദ്ധജലമാണ്, കുടിക്കാൻ പാകുന്ന രീതിയിലേക്ക് തെളിഞ്ഞു വരും. അപ്പോൾ വെള്ളം കുടിക്കാനും പറ്റും. അതേപോലെ തന്നെ വേനൽ മഴ വരുന്ന സമയത്ത് മണ്ണിന് അടിയിലേക്ക് ഈ വെള്ളം ഇറങ്ങി ചെല്ലുന്നതിനും വളരെയധികം സഹായകമാണ്. കുടിക്കുന്നവർക്കൊരു ഉപകാരം. അതന്നെ, അതാ കല്ലുകളുടെ എടുത്തു കഴിഞ്ഞാലേ ദൈവമേ, ഇവിടെ ചക്ക ചക്ക വേനൽക്കാലമായാൽ വെള്ളമെല്ലാം വറ്റി തുടങ്ങും. കാട്ടിലെ സ്ഥിതി പറയണ്ടല്ലോ. കാട്ടിൽ ഇത്തരം നീരുറവകൾ ഉണ്ടാക്കാൻ ഇവർ എങ്ങനെയാണ് സംഘടിക്കുന്നത്? അതിനെപ്പറ്റി നമ്മുടെ ഗ്രാഫിന്റെ സെക്രട്ടറി അഷ്റഫ് ക പറയുന്നതായിരുന്നു. ഇവിടെയാണ് ഗ്രാഫിന്റെ പ്രസക്തി വരുന്നത്. ഗ്രാഫ് എന്താണെന്നും ഗ്രാഫിന്റെ പ്രവർത്തനം എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഗ്രാഫ് പ്രവർത്തിക്കുന്നത് എന്നും നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളെപ്പോലെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അല്ലെങ്കിൽ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ നമ്മുടെ സമയവും നമ്മുടെ സാമ്പത്തികവും നമ്മൾ ചെലവാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണമെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് എത്ര ദൂരെ നിന്നായാലും തലേ ദിവസം വരെ ഇന്നലെ ഇവിടെ വന്ന് നിന്ന ആളുകളുണ്ട് അല്ലേ? തലേ ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന ആൾക്കാരുടെ കൂടെ ഒരറ്റത്ത് അങ്ങേ അറ്റത്തുനിന്നുള്ള ജില്ലയിൽ നിന്ന് വന്ന ആൾക്കാരുടെ കൂടെ. പക്ഷെ അവരൊക്കെ നമ്മുടെ ആ ചേച്ചിമാരൊക്കെ കണ്ടോ, നമ്മുടെ എന്താ പറയാ, പിന്നെ രജനി ചേച്ചി, ജെറ്റിലി, അതുപോലെ തന്നെ സരിത ചേച്ചി, ഇവർക്കൊക്കെ കുടുംബവും കുട്ടികളും മക്കളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ഈ ഗ്രാഫിന്റെ ഈ പ്രവർത്തനത്തിന് ഇവർ 1 or 2 ക്യാമ്പുകൾക്ക് ഇറങ്ങി വന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് അവര് തുടർച്ചയായിട്ട് എല്ലാ ക്യാമ്പുകളിലും വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ പ്രവർത്തനം എന്താണെന്നും നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും മനസ്സിലാക്കിയ ആൾക്കാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാനിപ്പോ പുതിയ ആളുകൾ കുറച്ച് പേര് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് പിന്നെ കഴിയുമെങ്കിൽ നമുക്ക് ആ പുഴയിൽ ഒരു ശുചീകരണ പ്രവർത്തനം നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്നോ നാളെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയ ഭാഗത്ത് മാത്രം തന്നെ ഇഷ്ടംപോലെ, കാരണം ഇന്ന് രാവിലെ പോലും അവിടെ ആനയുണ്ട്. ഈ ആനകൾക്ക് ഭക്ഷിക്കൊന്നും ഉണ്ടാവില്ല. അത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കാണുന്ന ഭാഗങ്ങളെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു ഭാഗമെങ്കിലും നമുക്ക് പറ്റുകയാണെങ്കിൽ ആ ഭാഗം ശുചിയാക്കണം. കുറച്ച് ഈ പുഴയിൽ വെള്ളത്തിൽ തന്നെയാണ് മാലിന്യങ്ങൾ കിടക്കുന്നത്. ആ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം. എന്തായാലും ഇങ്ങനെയൊരു പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് അവസരം ഒരുക്കിയ കൂടുതൽ ഓഫീസർ ബഹുമാനപ്പെട്ട പ്രസാദ് സാർ, അതുപോലെ തന്നെ എനിക്കറിയില്ല ഇവിടുത്തെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, വന്നിരിക്കുന്ന സ്റ്റാഫുകൾ, ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫുകൾ, ഞങ്ങളുടെ പിന്നെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എന്താ പറയുക ഗ്രാഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ രതീഷ് സാറ്, വിവിധ ജില്ലകളിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ, അതുപോലെ തന്നെ വളരെ കർമ്മധീരരായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഗ്രാഫിന്റെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. നമ്മളെ ഇന്നത്തെ ആറളം വന്യജീവി സംഘത്തിൽ നമ്മൾ വന്യമൃഗങ്ങൾക്കും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുകയാണ്. ഗ്രാഫിൻ്റെ കേരളം മുഴുവൻ ഉള്ള ജില്ലകളിലും ഗ്രാഫിൻ്റെ ഏകദേശം 500ഓളം ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളാണ് ഗ്രാഫിന് ടാർഗറ്റായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ 2 പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗള്ളി മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴുകി വരുന്ന സമയത്ത് മണ്ണ് ശക്തമായിട്ട് ഒഴുകി വരാതിരിക്കാനായിട്ടും, അതേപോലെ തന്നെ വെള്ളം ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബ്രഷ്വുഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ട്. ബ്രഷ്വുഡ് ചെക്ക് ഡാമിന് ചിലവ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഷ്ടിയെടുത്തിട്ടുള്ളൂ. നമുക്കൊരു ബ്രഷ്വുഡ് ചെക്ക് ഡാം ആയി കഴിഞ്ഞു. അത്യാവശ്യം വന്യജീവികൾക്ക് ഇതുപോലെ അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം നല്ല ശുദ്ധജലമാണ്, കുടിക്കാൻ പാകുന്ന രീതിയിലേക്ക് തെളിഞ്ഞു വരും. അപ്പോൾ വെള്ളം കുടിക്കാനും പറ്റും. അതേപോലെ തന്നെ വേനൽ മഴ വരുന്ന സമയത്ത് മണ്ണിന് അടിയിലേക്ക് ഈ വെള്ളം ഇറങ്ങി ചെല്ലുന്നതിനും വളരെയധികം സഹായകമാണ്. ഓക്കെ, താങ്ക് യു.
അതിന്റെ എനിക്ക് 2 വർഷം അറിയില്ല. അവിടെ കുഴിയാക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളം നിൽക്കും. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കണ്ണൂർ ജില്ലയിലാണ് ഈ ആറളം വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത്. നിത്യഹരിത വനങ്ങളും ആർദ്ര ഇലപൊഴിയും കാടുകളും ചോലവനങ്ങളും പുൽമേടുകളും അതുപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ അതിസമ്പന്നമായ ഒരു വനപ്രദേശമാണ് ആറളം. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ഇവിടം ജലലഭ്യത വളരെ കുറവാണ്. അതിനാലാണ് ഗ്രാഫ് ഇത്തരം പ്രവൃത്തിയിലേക്ക് മുന്നിട്ടിറങ്ങിയത്. നമ്മള് ഈ ആറളത്ത് വരുന്ന വളം കലക്കുന്ന സമയം 8:40 രാവിലെ KSRTC ബസ്സല്ലേ? ഇരുട്ടിന്ന് എടുക്കുന്ന ബസ്, ഗ്രാമവണ്ടി. അത് എപ്പോഴും അവിടുത്തെ ഇവിടെ വളഞ്ഞിലെത്തുമ്പോ 8:40. അവിടെ നിന്ന് ഇരുട്ടിന്ന് എപ്പോഴും എടുക്കാം. അശോട്ടാ നീയാണ് ചെവിയും കേൾക്കൂലേ അശോകാ. ആറളം വനത്തിലൂടെ കടന്നുപോകുന്ന ചീങ്കണ്ണി പുഴയാണിത്. ഈ സമയത്ത് ഈ പുഴയുടെ തീരത്തൂടെ നടക്കുന്നത് നയന മനോഹരമായ ഒരു അനുഭവവും കാഴ്ചയുമാണ്. മൺസൂൺ കാലത്താണ് ഇവിടെ സഞ്ചാരികൾ ഏറ്റവും കൂടുതലായി വരാറുള്ളത്. ഇഷ്ടംപോലെ വന്യമൃഗങ്ങൾ ഉള്ള ഇവിടം കുട്ടി തേവാങ്കളുടെ ഒരു ഇഷ്ട കേന്ദ്രവും കൂടെയാണ്. പക്ഷി നിരീക്ഷകരുടെയും ശലഭ നിരീക്ഷകരുടെയും ഒരു പറുദീസ തന്നെയാണ് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേത കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്കും വന്നെത്താം. ഇതാണ് കണിച്ചാർ അങ്ങാടി. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും ആറളത്തേക്ക്. ഓട്ടോറിക്ഷയ്ക്ക് 60 രൂപ ചാർജുള്ളൂ. ഇവിടേക്ക് ഇരുട്ടിയിൽ നിന്നും ബസ്സുണ്ടാവും രാവിലെ. ആ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് ആറളം വൈൽഡ് കണ്ടിരിക്കാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാടും കാട്ടാറും കടലും പുഴയും ഇഷ്ടമുള്ളവർ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.